everyone, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം MCOMലെ ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് പോളിസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഗ്രീൻ ഫിനാൻസിങ്? എന്താ ഗ്രീൻ ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസിങ് ചെയ്യുക തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇക്കണോമി ഉണ്ട് അല്ലേ, ഇക്കണോമിയുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നതിനെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസിങ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്ന ആ ഒരു ഫിനാൻസിങ്ങിനെയാണ് ഗ്രീൻ ഫിനാൻസിങ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ആ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിലെ അതിൻ്റെ യൂസിനെ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു സസ്റ്റൈനബിൾ മാനറിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നാച്ചുറൽ റിസോഴ്സിനെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് ഇക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ ഡെവലപ്മെൻ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ ഫിനാൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ ഫ്ലോസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പബ്ലിക്കിൽ നിന്നുള്ളതും പ്രൈവറ്റിൽ നിന്നുള്ളതും അതുപോലെ തന്നെ അതർ നോൺ പ്രോഫിറ്റ് സെക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, അവിടെ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഫ്ലോ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ്, നമുക്ക് നല്ലൊരു സസ്റ്റൈനബിൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ളതും പബ്ലിക് ആയിട്ടുള്ളതും നോൺ പ്രോഫിറ്റ് സെക്ടേഴ്സിൽ നിന്നൊക്കെ ഫിനാൻഷ്യൽ ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻ ഫിനാൻസിങ് എന്ന് പറയുന്നത്. അത് ഇക്കണോമിക് ഗ്രോത്തിനെ എല്ലാം ഡെവലപ്മെൻറ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിനെയും എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പറയണേ, സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? എന്താ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റിലോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അവരുടെ കയ്യിലുള്ള അസറ്റുകളെ അല്ലെങ്കിൽ സബ്സിഡറീസിനെ എന്ത് ചെയ്യാണ്, സെല്ല് ചെയ്യാണ് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അസറ്റും സബ്സിഡറിയും മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ പോളിസി ഉണ്ടെങ്കിൽ ആ പോളിസി ചേഞ്ച് ചെയ്യാണ്, അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള അസറ്റുകളെ അല്ലെങ്കിൽ സബ്സിഡറീസിനെ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ആണ് വാട്ട് ഈസ് എൻവിറോൺമെൻറ്റൽ അനാലിസിസ്? എൻവിറോൺമെൻറ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രോസസ്സാണ് അല്ലേ. എന്ത് പ്രോസസ്സാണ്? നമ്മുടെ ഓർഗനൈസേഷൻ, നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ആ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ പല രീതിയിലുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെ എക്സ്റ്റേണൽ എലമെൻറ്റ്സ് ആണുള്ളത്, എന്തൊക്കെ ഇൻറ്റേർണൽ എലമെൻറ്റ്സ് ആണുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എൻവിറോൺമെൻറ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഈ എലമെൻറ്റ്സിനെ എല്ലാം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, എൻവിറോൺമെൻറ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ സ്വെറ്റ് അനാലിസിസ്? എന്താ സ്വെറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതും നമ്മുടെ ഓൾ ഓവർ ദ വേൾഡ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റ് അനാലിസിസ് ആണ് സ്വെറ്റ് അനാലിസിസ്. ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കൺഫിഗേർഡ് പ്ലാനിങ് മെത്തേഡാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ബിസിനസ് വെഞ്ചറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന് എന്തൊക്കെ ഉണ്ടായിരിക്കും, സ്ട്രെങ്ത്തുകൾ ഉണ്ടായിരിക്കും, വീക്ക്നെസ് ഉണ്ടായിരിക്കും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും, ത്രെഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഇതിനെയൊക്കെ എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൺഫിഗർ ചെയ്യുന്ന ആ ഒരു പ്ലാനിങ് മെത്തേഡിനെയാണ് സ്വെറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓൾ ഓവർ ദ വേൾഡ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റ് അനാലിസിസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്വെറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ?
ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡിജിറ്റൽ ഇന്ത്യ? ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഉണ്ട്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള വേർഷനാണ് ഡിജിറ്റൽ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ളതും എക്സ്പാൻഡഡ് ആയിട്ടുള്ള വേർഷനാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് അവർ ഡെലിവർ ചെയ്യുന്നത്? അതായത് എല്ലാ ഗവൺമെൻറ് സർവീസസും ഇലക്ട്രോണിക്കലി പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ മോട്ടീവ് എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ ഗവൺമെൻറ് സർവീസസും ഇലക്ട്രോണിക്കലി, ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക്കലി ആണ് അല്ലേ? അങ്ങനെ ഇലക്ട്രോണിക്കലി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇനീഷ്യേറ്റീവാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ളതും എക്സ്പാൻഡഡ് വേർഷനാണ് ഡിജിറ്റൽ ഇന്ത്യ. അടുത്തതാണ് വാട്ട് ഈസ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം? എന്താ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്? ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്സിനെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീമിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ 16 ജാനുവരി 2016 ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ത് ചെയ്തത്? ലോഞ്ച് ചെയ്തത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി വിദ്യാഭവൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്കീം എന്ത് ചെയ്തത്? ലോഞ്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കീം മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാർട്ടപ്സുകളെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, എംപ്ലോയ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടൊക്കെ കൂടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡിജിറ്റൽ ഇക്കണോമി? ഡിജിറ്റൽ ഇക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ ടെക്നോളജീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിയാണ് ഡിജിറ്റൽ ഇക്കണോമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് കാരണം ടെക്നോളജി എന്ത് ചെയ്യുന്നു? ടെക്നോളജി നമ്മുടെ കോസ്റ്റ്, നമ്മുടെ സ്റ്റോറിങ്ങിൻ്റെയും ഷെയറിങ്ങിൻ്റെയും ഡാറ്റ അനാലിസ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇക്കണോമീനെ നമുക്ക് ഇൻ്റർനെറ്റ് ഇക്കണോമി, ന്യൂ ഇക്കണോമി, വെബ് ഇക്കണോമി എന്നൊക്കെ കൂടി പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ ഇക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ ടെക്നോളജീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇക്കണോമിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഇക്കണോമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അവിടെ ടെക്നോളജി എന്ത് ചെയ്യാണ്? കോസ്റ്റ് കുറയ്ക്കുകയാണ്. എന്തിൻ്റെയൊക്കെ? ഷെയർ ചെയ്യുന്നതിൻ്റെയും സ്റ്റോർ ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് ചെയ്യുന്നതിൻ്റെയൊക്കെ കോസ്റ്റ് കുറയ്ക്കുന്നതിനെയാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡിജിറ്റൽ ഇക്കണോമീനെ നമുക്ക് ഇൻ്റർനെറ്റ് ഇക്കണോമി, ന്യൂ ഇക്കണോമി, വെബ് ഇക്കണോമി എന്നൊക്കെ കൂടി വിളിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് എത്തിക്സ്? ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ട് ഓഫ് ബിസിനസ് ആണ് അല്ലേ? അതായത് നമ്മൾ കുറച്ച് മോറൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ച് സെൽഫ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ബിസിനസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് കുറച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ആ ഒരു സെൽഫ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മോറൽ സ്റ്റാൻഡേർഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ ലീഗൽ എൻവിറോൺമെൻറ്റ് ഓഫ് എ ബിസിനസ്. ലീഗൽ എൻവിറോൺമെൻറ്റ് ഓഫ് എ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കുറച്ച് ലോസും റെഗുലേഷൻസ് ഉണ്ടാവും. ഒരു സെറ്റ് ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഈ ഒരു ലോയുടെ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? വർക്ക് ചെയ്യാനായിട്ട്. ആ ഒരു സെറ്റ് ഓഫ് ലോസും റെഗുലേഷൻസും ഒക്കെ ബിസിനസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ആ ഒരു റൂൾസിനെ അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ലോസിനെ, റെഗുലേഷൻസിനെയാണ് നമ്മൾ ലീഗൽ എൻവിറോൺമെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ്, റൈറ്റ് എനി 2 ഇമ്പോർട്ടൻറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇക്കണോമിക് എൻവിറോൺമെൻറ്റ് ഓഫ് എ ബിസിനസ്. ഇക്കണോമിക് എൻവിറോൺമെൻറ്റ് ഓഫ് ബിസിനസ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? ഇക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, ടെക്നോളജിക്കൽ ഉണ്ടാവും, സോഷ്യൽ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ
എന്താണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇക്കണോമിക് എൻവിറോൺമെൻറ്റ് ഓഫ് ബിസിനസ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളാണ് ഇക്കണോമിക്, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, സോഷ്യൽ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിനെ വേണമെങ്കിൽ മൈക്രോ എൻവിറോൺമെൻറ്റ്, മാക്രോ എൻവിറോൺമെൻറ്റ് എന്നും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ചില ആൻസേഴ്സ് ലോങ് ആണ്, കാരണം അത് 2 മാർക്കിനും ചോദിക്കാം, ചിലപ്പോൾ 3 മാർക്കിലും ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ലോങ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നോട്ട്സ് തന്നിട്ടുണ്ടായിരിക്കുക. പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് 2 മാർക്കിൽ വരാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ചിലത് 3 മാർക്കിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് 2 മാർക്ക് സെക്ഷൻ കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് 3 മാർക്ക് സെക്ഷനാണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയതുകൊണ്ട് ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.